ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള കറന്റ് ട്രൂ ഫീലിംഗ്സ് എന്താണ്? അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? നിങ്ങളോട് ഇപ്പോൾ അവരുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ഫീലിംഗ് ഏത് രീതിയിലാണ്? ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം ഇത് അട്രാക്ട് ചെയ്യുക. ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നു കൊണ്ടിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത്, ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് ഓർത്തുകൊണ്ടേയിരിക്കുക. നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് എല്ലാം നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അവരുടെ ഫേസ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ അവരുടെ പേര് നിങ്ങൾ ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം റിപ്പീറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ട് ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള കറന്റ് ട്രൂ ഫീലിംഗ് എന്താണ്? അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? സൺ കാർഡ് ആണ് ആദ്യമേ തന്നെ നമുക്ക് വന്നിരിക്കുന്നത്. ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രകാശമാണ് നിങ്ങൾ. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിന് എല്ലാ രീതിയിലും ഒരു തെളിച്ചം കൈവന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു മുന്നോട്ടേക്ക് അവർ നയിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ നിങ്ങളാണ്. അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്കുള്ള ഓരോ അച്ചീവ്മെന്റ്സിന്റെ പിന്നിലും അവരുടെ ഒരു ബാക്ക് സപ്പോർട്ട് ആയിട്ട് നിന്നിരുന്നതെല്ലാം നിങ്ങളാണ്. നിങ്ങളാണ് അവരുടെ ജീവിതത്തിന്റെ ഒരു വെളിച്ചം. ആ ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ദ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ നിങ്ങളെ അവരുടെ ജീവിതത്തിന്റെ വെളിച്ചമായിട്ട് കണ്ടുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മുന്നോട്ടേക്കും നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശം പോലെ ഉണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പം നമുക്കിവിടെ നെക്സ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് മൂൺ കാർഡ് ആണ്. നിങ്ങളുടെ ലൈഫ് അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു പേഴ്സന്റെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഉള്ളിൽ സന്തോഷകരമായി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ലൈഫിന്റെ ഇടയിലേക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ കടന്നു വന്നതിന്റെ ഭാഗമായിട്ട് അവർക്കൊരു തെറ്റിദ്ധാരണ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ അവർ ഒരുപാട് ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ചിന്ത അവരെ വളരെയധികം അലട്ടുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ അവർ നിങ്ങളുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പകൽ ഒരു രീതിയിൽ നിങ്ങളോട് പെരുമാറിയിട്ട് രാത്രി ഒറ്റയ്ക്കിരുന്ന് ദുഃഖിക്കുന്ന സ്വഭാവം. ആ ഒരു രീതിയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു പേഴ്സൺ അത്രത്തോളം അവരുടെ ഒരു ഇമോഷൻസ് എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ അവർ ഉള്ളിൽ വളരെയധികം ഭയപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. നയൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു വ്യക്തി ഒരുപാട് സന്തോഷവാനാണ്. നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവർക്ക് എല്ലാ രീതിയിലുമുള്ള വിജയമാണ് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത്. അതിപ്പോൾ സ്നേഹത്തിന്റെ കാര്യത്തിലായാലും നമുക്കിവിടെ താഴെ കാണാനായിട്ട് സാധിക്കും ഒരുപാട് ആഭരണങ്ങൾ. സമ്പത്തിന്റെ കാര്യത്തിലായാലും അവർക്ക് വിജയമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അവർ ഒരുപാട് സന്തോഷിക്കുകയാണ് നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം.
ഇപ്പോഴും അവരുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം, ആ ഒരു സ്നേഹം അതെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അവർക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഒരു സ്നേഹം മുഴുവനായിട്ട് വിട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ അത് കുറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതുമില്ല. 5 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്പ്രെഡ് എടുത്തതിന് ശേഷം പറയാം. 9 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. കിങ് ഓഫ് വോൺസ് കിട്ടിയിട്ടുണ്ട്. 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവരുടെ ജീവിതത്തിലെ എല്ലാ രീതിയിലും ഒരു മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങൾ ആ ഒരു പേഴ്സന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ അവർക്ക് ഒരുപാട് ഫിനാൻഷ്യൽ ഇഷ്യൂസിലേക്കൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഫിനാൻഷ്യൽ ഇഷ്യൂസ് മാത്രമല്ല, മാനസികമായിട്ടും അവർ എല്ലാ രീതിക്കും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. അവരുടെ മുന്നിൽ ഏത് രീതിയിലേക്ക് വേണം ഇതിൽ നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ, അതൊന്നും അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അവരുടെ ജീവിതത്തിൽ ഒരു പ്രകാശം പോലെ തന്നെയാണ് നിങ്ങൾ കടന്നു വന്നത്. അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അവരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ 9 ഓഫ് പെന്റക്കിൾസ് ആണ്. അവർക്ക് സാമ്പത്തികപരമായിട്ട്, അതായത് നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന കാർഡിന്റെ ഡിവൈഡ് ചെയ്ത് വന്നിരിക്കുന്ന രണ്ട് കാർഡുകൾ കൂടി, അതായത് സെയിം മീനിങ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് എല്ലാ രീതിക്കും നിങ്ങളിൽ നിന്ന് ഒരു സന്തോഷകരമായ ജീവിതം, സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച എല്ലാം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അവരുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു, ഒരു രീതിയിലും ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥ. 9 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ ഒരുപാട് നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ വിജയത്തിന് പിന്നിൽ. അവർ അങ്ങനെ എല്ലാ രീതിക്കും ഒരു ഉയർച്ച കൈവരിച്ചിരിക്കുന്നതായിട്ട്. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. വളരെ നല്ല രീതിയിൽ അവർ ഉയർന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിച്ചു. അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും നിങ്ങളാണ് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഓക്കെ, കിങ് ഓഫ് വോൺസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 7 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു തെറ്റിദ്ധാരണ, ആ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങളോട് എന്തൊക്കെയോ തെറ്റിദ്ധാരണ, ഭയം ഉള്ളതായിട്ടൊക്കെ കാണുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമുക്കിവിടെ വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ അവരുടെ മുമ്പിലേക്ക് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ വന്നിരിക്കുന്നതായിട്ട് ഒരു തേർഡ് സിറ്റുവേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാകാം, ഇമോഷൻസ് ആകാം, സിറ്റുവേഷൻസ് ആവാം. ഓക്കെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവരെ കൈപിടിച്ച് ഉയർത്തി നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാം ആയി കഴിഞ്ഞ സമയത്ത് അവർ പല രീതിയിലുള്ള പ്രലോഭനങ്ങൾക്ക് അകപ്പെട്ടു പോയി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു അകപ്പെട്ടു പോയി നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ അവർ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആണ്. അങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവർ ആരെയോ ഭയക്കുകയാണ്. അവർക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ. അപ്പൊ ഈ ഒരു തേർഡ് സിറ്റുവേഷനിലേക്ക് പോയ സ്ഥലത്ത് നിന്ന് അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷന്റെ കാര്യത്തിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ അവരെ ബാധിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അവർ പോയ സ്ഥലം കൊള്ളില്ലാത്ത ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അവർക്ക് ഇപ്പോൾ ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണം. കിങ് ഓഫ് വോൺസ് ആണ്. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഒരു മാറ്റം സംഭവിച്ച് പുറത്ത് കടക്കണം എന്ന് പറഞ്ഞിട്ട് അവർ അതിന് തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വെളിച്ചം തേടിയിട്ട് അവര് ഇറങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. കാരണം അവർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഇത് എന്നൊരു തിരിച്ചറിവ് ആ ഒരു പേഴ്സണിൽ വന്നിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. The Chariot, the Wheel of Fortune, the Devil card, King of Cups, Knight of Wands വന്നിട്ടുണ്ട്. Three of Cups വന്നിട്ടുണ്ട്. Death and Rebirth ആണ് വന്നിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ നമുക്കിവിടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ചാരിയറ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ പല രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അഡിക്ഷൻസ് വന്ന് മാറിയിട്ടുള്ളതായിട്ട് നമ്മൾ പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് ചേഞ്ചസ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറണം എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അവർക്ക് ഒരുപാട് കുറ്റബോധം വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ അവരുടെ ഇമോഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളെ അത്രത്തോളം വിലപ്പെട്ടതായിട്ട് അവർ കരുതി, അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണെ അത്രത്തോളം വാല്യുബിൾ ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ കരുതിയിരുന്നത്. അത്രത്തോളം നിങ്ങൾ ആ ഒരു പേഴ്സണെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വ്യക്തിക്ക് ഇതിനെപ്പറ്റി നല്ല വ്യക്തതയും ഉണ്ട്. പക്ഷെ അവരുടെ ആ ഒരു പെട്ടെന്നുള്ള വളർച്ചയിൽ അവർക്ക് പെട്ടെന്ന് കണ്ണ് മഞ്ഞളിച്ച് പോയ ഒരു അവസ്ഥ പോലെ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു പേഴ്സൺ മറ്റ് സിറ്റുവേഷൻസിലേക്ക് പോയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് ഇവർക്ക് ഇതൊരു വ്യക്തത കൈവന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവർക്കൊരു കുറ്റബോധം വന്നതിന്റെ ഭാഗമായിട്ട് അവർ അവരുടെ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്തിട്ട് അവരവരുടെ വിഷമങ്ങളെല്ലാം ഉള്ളിൽ പിടിച്ചു വെച്ചിട്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാവുകയില്ല, അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചത് വലിയ തെറ്റാണ്, അപരാധമാണ് എന്നുള്ളൊരു ചിന്ത. അതിന്റെ ഭാഗമായിട്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഈ ഒരു സമയത്ത് മേ ബി ഒരു ലെസ് കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് ഒരു അടുപ്പക്കുറവ് ഈ ഒരു ടൈമിൽ ഉണ്ടായിരിക്കാം. നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അധികം കോണ്ടാക്ട് ചെയ്യാത്തത്, നിങ്ങൾ മാത്രം അങ്ങോട്ട് വിളിക്കുമ്പോൾ സംസാരിക്കുന്നു, അവരായിട്ട് അധികം നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് സംസാരിക്കുന്നില്ല, നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെയൊക്കെ ആയിരിക്കാം നിൽക്കുന്നത്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണ് വന്നിരിക്കുന്ന ഈ ഒരു ചേഞ്ച് ആണ്. നമുക്കിവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇവർക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ ഇവര് നിങ്ങളുടെ അടുത്തേക്ക് പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇവർക്കൊരു മാറ്റം സംഭവിച്ചിട്ട് ഇവർ തിരിച്ചെത്തും എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ അവർ നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന കാർഡ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. കാരണം ഇവർക്കൊരു വ്യക്തത അല്ലെങ്കിൽ ഇവർക്കൊരു കുറ്റബോധമൊക്കെ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കാം അത്. അപ്പൊ ഇവർ പോയി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള ഒരു റിലേഷൻ ആയിട്ടാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും വിട്ട് മാറി നിൽക്കുന്നത് ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്കാണ്. അവർക്ക് ഒരു അഡിക്ഷൻ സംഭവിച്ചു പോയത്. ആ ഒരു തേർഡ് പാർട്ടിയിലേക്ക് അട്രാക്ട് ആയിട്ട് ഇവർ മാറിയതാണ്. പക്ഷേ തേർഡ് പാർട്ടിയിലേക്ക് പോയി എങ്കിൽ പോലും, ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോയി എങ്കിൽ പോലും ഒരുപാട് അവർക്ക് അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം അവർക്കൊരു തെളിച്ചം വന്നു അവരുടെ മനസ്സിൽ. ചെയ്യുന്നത് തെറ്റാണെന്നൊരു ചിന്ത അവരിലേക്ക് വന്നു. കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോൾ തന്നെ അവർക്ക് ഒരുപാട് രീതിയിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസുകൾ വീണ്ടും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുപോലെ അവർക്ക് എന്തൊക്കെയോ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെപ്പോലൊരു സപ്പോർട്ട് അവർ പോയി നിന്ന സ്ഥലത്ത് അവർക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ ലഭിക്കാതെ വന്നപ്പോഴേക്കുമാണ് ഇവർ ഇരുന്ന് ചിന്തിച്ചിരിക്കുന്നത്. ഇവർ ഇരുന്ന് ചിന്തിച്ചപ്പോഴേക്കാണ് ഇവർക്ക് കാര്യങ്ങളുടെ ഒരു വ്യക്തത കൈവന്നിരിക്കുന്നത്. കിങ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവർ ഒരുപാട് ചിന്തിച്ചു ആലോചിച്ച് ഇവർക്കൊരു വ്യക്തത മനസ്സിലായി. നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ആണ് യഥാർത്ഥമായിട്ടുള്ള ഒരു ശരി, അല്ലെങ്കിൽ നിങ്ങളാണ് സത്യസന്ധമായിട്ടുള്ള ഒരു വ്യക്തി. പോയി നിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ അല്ല, അങ്ങനെയൊക്കെ ഒരു ചിന്ത ഇവർക്ക് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്തിൽ നിന്നാണ് ഇവർ ഈ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തിയത്. കാരണം നിങ്ങളാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചമായിട്ട് വന്നത്. അവരുടെ ഇല്ലായ്മയിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഫിനാൻഷ്യലി ഒക്കെ ഹെൽപ്പ് ചെയ്ത വ്യക്തികൾ തന്നെയായിരിക്കാം. എല്ലാ രീതിക്കും മെന്റൽ സപ്പോർട്ട് ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ രീതിക്കും നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഒരുപക്ഷെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഫിനാൻഷ്യലി എന്ന് പറയുമ്പോൾ നിങ്ങൾ ക്യാഷോ കാര്യങ്ങളോ ആയിട്ട് കൊടുക്കാതെ പോലും ചിലപ്പോൾ ഇവർക്ക് ഒരു സപ്പോർട്ട്, ഇവരെ ഉയർച്ചയ്ക്ക് ഒരു കാരണമായിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചെത്തണം. നൈറ്റ് ഓഫ് വോൺസ് ആണ്. നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്ന ഒരു ആഘോഷ രാവുകൾ അല്ലെങ്കിൽ ആഘോഷ നിമിഷങ്ങൾ. ഇത് ആ ഒരു പേഴ്സന്റെ മനസ്സിന് ഇപ്പൊ ഒരു സന്തോഷം അല്ലെങ്കിൽ അവരുടെ മനസ്സിനൊരു ബലം കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട് നമുക്കിവിടെ. നിങ്ങളുമായിട്ട് ചേർന്നുള്ള ഒരു ആഘോഷം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പേഴ്സൺ അതുപോലെ തന്നെ തേർഡ് സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികൾ എന്ന് പറയുന്നത് അവിടെ ഒരു സന്തോഷകരമായ മനോഭാവത്തോടുകൂടി തന്നെയാണ് അവർ മുന്നോട്ടേക്ക് പോയത്. പോയ സമയത്ത് അവർ അത്രത്തോളം ഹാപ്പി തന്നെയായിരുന്നു. പോയി നിൽക്കുന്ന സ്ഥലം അടിപൊളിയാണ്. അത് ഒരുപക്ഷെ ഒരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് പോയതായിരിക്കില്ല. അവരൊരു അഡിക്ഷന്റെ ഭാഗമായിട്ടായിരിക്കാം പോയത്. ചില വ്യക്തികളുടെ കാര്യത്തിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും അവർ നിർത്തിപ്പോയതായിരിക്കാം. ബ്രേക്കപ്പ് പറഞ്ഞു പോയ വ്യക്തികൾ ഉണ്ടായിരിക്കാം. മറ്റു പലവരുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവര് ഒരു അട്രാക്ഷനിലേക്ക് പോയി, ഒരു അഡിക്ഷനിലേക്ക് പോയതാണ്. അത് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോകണം എന്നൊരു ചിന്തയിൽ പോയേക്കുന്നതല്ല. ഒരു എന്താ പറയാ, ഒരു അട്രാക്ഷൻ വന്നതിന്റെ ഭാഗമായിട്ട് പോയത്. പക്ഷെ പോയി നിന്ന സ്ഥലത്ത്
അത്ര സുഖകരമായ ഒരു അന്തരീക്ഷമല്ല, അല്ലെങ്കിൽ അവിടെ ഒരു സത്യസന്ധമായ കാര്യങ്ങളല്ല ഉള്ളത്. അങ്ങനെയൊക്കെ ഒരു ചിന്ത വന്നപ്പോൾ അവരൊരിക്കലും അതുമായിട്ട് നിങ്ങളുടെ വ്യക്തി അഡ്ജസ്റ്റഡ് ആയിട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു ചിന്തയിലാണ് അവർ നിങ്ങളെ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നത്. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അപ്പൊ എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് അവസാനിച്ചു പോയൊരു ബന്ധമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടേത്. അല്ലാത്തവരുടെ കേസിൽ ഒരു ലെസ് കോണ്ടാക്ട് എന്ന രീതിയിൽ ഒരു സുഖകരമല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ നേരത്തെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം സന്തോഷകരമായിട്ടാണോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്, ആ ഒരു സന്തോഷത്തോടു കൂടി തന്നെ ഇതിനൊരു പുനർജന്മം വേണം. ആ ഒരു കറുത്ത മറയെല്ലാം പൂർണ്ണമായിട്ട് മാറണം, അല്ലെങ്കിൽ മാറ്റിയെടുക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ മനസ്സിൽ നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. അവർക്ക് നിങ്ങളോട് ഒരു എന്താ പറയാ, ഒരു റിയൽ ആയിട്ടുള്ള സ്നേഹം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ദ ടവർ കാർഡ്, നയൻ ഓഫ് സോൾസ്, ജഡ്ജ്മെന്റ്, മജീഷ്യൻ, ടു ഓഫ് പെന്റക്കിൾസ്, ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട്. ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിന്റെ കാര്യത്തിൽ ഒരു റീബർത്ത്, ഒരു പുനർജന്മം പോലെ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് വീണ്ടും എത്തണം. കാരണം അവർ പോയ ആ ഒരു സ്ഥലം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓരോ നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോയി, കുറെ അഡിക്ഷൻസിന്റെ ഭാഗമായിട്ടാണ് അവർ പോയെന്നുള്ളത്. അവർക്ക് അവിടെ നിന്ന് വലിയൊരു രീതിയിലുള്ള ഒരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. പോയി നിന്ന സ്ഥലത്ത് അപ്രതീക്ഷിതമായിട്ട്, പ്രതീക്ഷിക്കാത്ത രീതിയിൽ എങ്ങനെയാണോ അവർ ഉയർന്ന്, എത്രത്തോളം നിങ്ങൾ അവരെ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവന്നോ അതേ സ്ഥലത്ത് നിന്ന് മുഖവും കുത്തി താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥ. അത്രത്തോളം വലിയൊരു തിരിച്ചടി ആ ഒരു പേഴ്സൺ നേരിട്ടിട്ടുണ്ട്. അത് ഏതൊക്കെ രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, ആ ഒരു രീതിയിലൊക്കെ ഈ ഒരു പേഴ്സണ് തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. ആ ഒരു തിരിച്ചടി കിട്ടിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർക്ക് ചിന്തകൾ വന്നത്, നിങ്ങൾ അത്രത്തോളം മിസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നയൻ ഓഫ് സോൾസ് ആണ്. ഒരുപാട് തിങ്ക് ചെയ്ത് വിഷമിക്കുന്ന ഒരു അവസ്ഥ, തീർത്തും ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥ. പോയി നിന്ന സ്ഥലത്ത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരെ ബാധിച്ചു. ഇപ്പൊ നിങ്ങളുടെ ഒരു ഓർമ്മ അവരെ വളരെയധികം അലട്ടുകയാണ്. ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസിന്റെ ഇടയ്ക്ക് അവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മകൾ അവരെ ഭയങ്കരമായിട്ട് അവർക്കൊരു മാനസാന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്നത് അത്രത്തോളം വാല്യുബിൾ ആണ്. നിങ്ങളുടെ ആ ഒരു ചെറിയൊരു ഓർമ്മ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരു വൈറ്റ് കളർ ബേർഡിനെ നമുക്ക് കാണാം. ഇത്രത്തോളം ഈ ഒരു കറുത്ത മുഖങ്ങളുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു കറുത്ത അന്തരീക്ഷം ഇവരെ ചുറ്റപ്പെട്ട് നിൽക്കുമ്പോഴും ഈ ഒരു വെളുത്ത സിറ്റുവേഷൻ അവർക്ക് മനസ്സിനൊരു ആശ്വാസവും തരുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു പ്രസൻസ് ആണ്. ആ ഒരു ഓർമ്മയാണ് അവരുടെ മൈൻഡിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങളോടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ, നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ജഡ്ജ്മെന്റ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെന്റ് തരണം. നീതിപൂർവമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് നിൽക്കണം. നിങ്ങളുടെ അടുത്ത് ചെയ്തതെല്ലാം തെറ്റായി പോയി എന്നൊരു വ്യക്തത വന്നിട്ട് അവർ വളരെയധികം മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വയം കുറ്റബോധം വന്നിട്ട് ഈശ്വരന്മാരുടെ അടുത്ത്, അവർ വിശ്വസിക്കുന്ന ആ ഒരു ദേവതാ ചൈതന്യത്തിന്റെ അടുത്ത് അവർ മനസ്സുകൊണ്ട് മാപ്പ് അപേക്ഷിക്കുന്ന ഒരു സീനാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അവർക്ക് എന്തായാലും ഒരു മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു, നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നും നിങ്ങൾ ആ ഒരു പേഴ്സന്റെ ലൈഫിലേക്ക് വരണമെന്നും അവർ നിങ്ങളെ ഒരുപാട് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അവർ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിക്കും നിങ്ങളെ എങ്ങനെ ഈ ഒരു പേഴ്സണിലേക്ക് അട്രാക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ചിലപ്പോൾ ഒരു ചെറിയൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇവരുടെ പുറകെ നടന്നിട്ടും കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു അവസ്ഥയും നിങ്ങളിൽ പലർക്കും ഉണ്ടാവാം. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്തൊക്കെയോ സംശയങ്ങൾ ഉണ്ടെങ്കിലും ഒരു പൂർണ്ണ വ്യക്തത കിട്ടാത്തൊരവസ്ഥ. അപ്പൊ ഒരുപാട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ നിങ്ങളും ചിലപ്പോൾ പതുക്കെ ഒന്ന്
പുറകോട്ട് വലിഞ്ഞിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ആവട്ടെ, ഈശ്വരനായിട്ട് തന്നെ ഇവർക്കുള്ളത് കൊടുത്ത് ഇവരെ കൊണ്ടുവരട്ടെ എന്നൊരു ചിന്തയിൽ നിങ്ങൾ ബാക്കിലേക്ക് നടന്നിട്ടുണ്ടാവും. ആ ഒരു ചിന്തകൾ നിങ്ങൾക്ക് വന്ന സമയത്താണ് ഇവർക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ഇത്രത്തോളം ഒരു വലിയ പ്രശ്നവും നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങാനും ഇനി ഇവരെ വിട്ടു പോകുമോ? കാരണം ഇവർക്ക് ഒരിക്കലും നിങ്ങളെ മിസ്സാക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. ടു ഓഫ് പെന്റക്കിൾസ് ആ കിട്ടിയിരിക്കുന്നത്. അവർ ഇതുവരെ ഒരു ജഗ്ലിംഗ് സ്റ്റേജ്, രണ്ടും ഒന്നും നിങ്ങളോട് തുറന്നു പറയുന്നുണ്ടായിരുന്നില്ല. അവർ പോയ ആ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് അവർ ഒരു കറക്റ്റ് സ്റ്റേജിലേക്ക് എത്തിയത്. ഇതുവരെ അവരൊരു ജഗ്ലിംഗ് സ്റ്റേജ് ആണ് നിങ്ങളുടെ അടുത്ത് കാണിച്ചുകൊണ്ട്. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം എന്താണ് കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്, എന്താണ് ഇപ്പൊ പഴയ പോലെ ഒരു സ്നേഹം ഇല്ലാത്തത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു correct ആയിട്ടുള്ള ഉത്തരമായിരിക്കില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന രീതിയിലാണ് നിങ്ങളെ ഇതുവരെ മുന്നോട്ടേക്ക് കൊണ്ടുപോയത്. പക്ഷെ നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള ഒരു അവസ്ഥ ചിലപ്പോൾ പല വ്യക്തികൾക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ അവരുടെ അടുത്ത് open ആയിട്ട് അതേപ്പറ്റി ചോദിച്ചവരുണ്ടാവാം, ചോദിക്കാതിരിക്കുന്നവരുണ്ടാവാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്തായാലും നിങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ടൈമിൽ ഇവർ ഏറ്റവും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ജസ്റ്റിസ് തരണം, ജഡ്ജ്മെന്റ് തരണം തന്നെയാണ്. നീതിയായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് നടപ്പാക്കണം. കാരണം നീതിപൂർവമല്ലാതെ നിങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഇതേ കർമ്മ തന്നെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇവർ ചെയ്തത് അത്രത്തോളം വലിയ പാപമാണ് എന്നൊരു വ്യക്തത ഇവർക്ക് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ അത്രത്തോളം ഈ ഒരു വ്യക്തിക്ക് സപ്പോർട്ട് ആയിട്ട് നിന്നു, സ്നേഹത്തോടു കൂടി നിന്നു, സത്യസന്ധമായിട്ട് നിന്നു. എല്ലാത്തിനേക്കാൾ ഉപരി ഒരുപാട് സത്യസന്ധത ഇവരുടെ അടുത്ത് കാണിച്ച് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊടുത്തു നിന്ന വ്യക്തികളാണ് നിങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളെ വേദനിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു കർമ്മ എന്ന് പറയുന്നത് അവരെ ഇനി വെറുതെ വിടില്ല. അവർക്ക് ഒരിക്കലും ഉയർച്ച കൈവരിക്കാൻ സാധിക്കില്ല. ഒരു രീതിയിലും സന്തോഷം, ഈ ഉയർച്ച കൈവരിക്കുക, തിരിച്ചടി എന്ന് പറയുന്നത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, മാനസിക സന്തോഷവും അതിൽ വലിയ പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സമാധാനമില്ലാത്ത രാത്രികളിലൂടെയാണ് ഇപ്പൊ ഈ ഒരു പേഴ്സൺ പോകുന്നത്. കാരണം അവർ ചെയ്ത പാപത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ അത്രത്തോളം മനസ്സമാധാനം ഇല്ലാതെ മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം നിങ്ങളെ അത്രത്തോളം valuable ആയിട്ട് കണ്ടിരുന്ന ഒരു person ജീവിതത്തിലെ എല്ലാവിധ സന്തോഷങ്ങളും സമാധാനങ്ങളും അംഗീകാരങ്ങളും ഉയർച്ചയും എല്ലാം നിങ്ങളുടെയും കൂടെ ഒരു ഭാഗമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്. ആ ഒരു രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോയപ്പോൾ ഒരുപാട് സമ്പത്ത് കാര്യങ്ങളെല്ലാം കൈവന്നു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു ഇളക്കം സംഭവിച്ചു. ആ ഇളക്കം സംഭവിച്ചതിന്റെ ഭാഗമായിട്ട് മറ്റു പല addictionsലേക്കും പോയി. പോയ സ്ഥലത്ത് നിന്ന് എന്തായാലും നല്ല രീതിക്കുള്ള തിരിച്ചടിയും കിട്ടി. തിരിച്ചടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എല്ലാത്തിനും ഒരു clarity വന്നു, ഒരു വ്യക്തത വന്നു. അപ്പോഴേക്കുമാണ് അവരുടെ ഉള്ളിൽ ആ ഒരു കിളി, പോയ കിളി ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പൊ എന്തായാലും ഈ ഒരു സമയത്ത് അവർക്ക് എന്തായാലും വ്യക്തതയൊക്കെ വന്നിട്ടുണ്ട്. അവർ നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അതിന് വേണ്ടിയിട്ടൊരു വെളിച്ചം തെളിയിച്ച് അവർ ഇറങ്ങിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു situation നിന്നും പൂർണ്ണമായിട്ട് മാറിപ്പോരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് അത്രത്തോളം സ്നേഹമുണ്ട്, നിങ്ങൾക്ക് ഒരു അംഗീകാരം തരണം എന്നൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്. വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് കൂടിയാണ്. ഈ ഒരു പേഴ്സൺ, വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ഒരുപാട് പോസിറ്റീവ് കാർഡുകൾ ഉണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് വേൾഡ് കാർഡ്. നിങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങളുടെ ആ ഒരു കരച്ചിൽ, നിങ്ങളുടെ ആ ഒരു മനോവേദന എല്ലാം തന്നെ ഈശ്വരൻ കണ്ടിട്ട് ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സന്തോഷവും തരാനായിട്ട് ഇവർ വരികയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും. നമുക്കിവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയിരിക്കുന്നത് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ്. അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം, നിങ്ങളുടെ ലൈഫിൽ എന്നെന്നും കൂടെ വേണം, ഇനി ഒരിക്കലും ഈ ഒരു കൈ വിട്ട് പോകില്ല എന്നൊരു ഉറപ്പോട് കൂടി തന്നെ, ആ ഒരു പ്രോമിസോട് കൂടി തന്നെ നിങ്ങളിലേക്ക് വരണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒറാക്കിൾ കാർഡ് കൂടെ നോക്കാം. സെപ്പറേഷൻ ലവ് ഒന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു സെപ്പറേഷനിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കാം. ഓക്കെ, ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടും നിങ്ങൾ ഒരു സെപ്പറേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് മുന്നോട്ടേക്ക് പോകാതെ നമുക്കിവിടെ ഡിവോഴ്സിൽ എത്തി നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം. ഒരു ഹേർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. നിങ്ങളുടെ സ്നേഹത്തിനെല്ലാം തന്നെ ഒരു ഇടിവ് സംഭവിച്ചിട്ട്, ഒരു മുറിവ് സംഭവിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ അകന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ്, നിങ്ങൾ അതുപോലെ തന്നെ ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. മാനസികപരമായിട്ട് നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഡിവോഴ്സ് സിറ്റുവേഷനിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഡിസ്റ്റൻസ് സംഭവിച്ചിരിക്കുന്നു. ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ്, അതുപോലെ മെന്റൽ ഡിസ്റ്റൻസ് എല്ലാം. ഇമോഷണലി ഒക്കെ നിങ്ങൾ ഒരുപാട് എന്താ പറയാ, അകർന്ന്
ഇമോഷണലി ഒക്കെ നിങ്ങൾ ഒരുപാട് അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ പല വ്യക്തികളും നിങ്ങളെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് കേട്ടോ. ടോക്സിസിറ്റി വന്നിട്ടുണ്ട്. നിങ്ങളിൽ പല വ്യക്തികളും നിങ്ങളുമായിട്ട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ അടുത്ത് എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ആ സമയത്തെല്ലാം തന്നെ ഇവർ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് സത്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ അവർ ഒരു മനസ്സ് കാണിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ടോക്സിക് ആയിട്ട് വാദിയെ പ്രതിയാക്കുന്ന രീതിയിലൊക്കെ കിടന്ന് സംസാരിച്ചിട്ടുണ്ടാവും. ഒരുപാട് വയലന്റ് ആയിട്ട് സംസാരിക്കുക, ഒച്ചപ്പാട് എടുക്കുക, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നതാണ്, നീയാണ് ചെയ്തത്, അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തി. ആ ഒരു കാര്യങ്ങളെല്ലാം കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഇത്രത്തോളം ഒരു വേദന ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു സമയത്തൊന്നും ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്താണ് സംഭവിക്കുന്നത്. ഒരുപാട് വൈകിയായിരിക്കാം നിങ്ങൾ അതെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. സ്റ്റെബിലിറ്റി ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, നല്ല രീതിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം എന്നുള്ളൊരു ചിന്തയിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എന്തായാലും മാറിയിട്ടുണ്ട്. ഇതുവരെ അവരുടെ ഉണ്ടായിരുന്നത് അവരൊരു ജഗ്ലിംഗ് സ്റ്റേജിലായിരുന്നു. സ്ട്രെസ്ഫുൾ ആയിരുന്നു അവർ ഭയങ്കരമായിട്ട്. അത് കാരണം ഈ പോയി നിന്ന സ്ഥലത്ത് ഇത്രത്തോളം പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവർക്ക് പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയില്ലായിരുന്നു. അബദ്ധം പറ്റിയല്ലോ എന്നൊരു ചിന്ത, അങ്ങനെ ഒരു ജഗ്ലിംഗ് സ്റ്റേജിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്കൊരു സ്റ്റെബിലിറ്റി കൈവന്ന് തുടങ്ങിയിട്ടുണ്ട്. സൺ കാർഡ് ആണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത്തിന്റെ കാർഡാണ്. അവരുടെ ഹേർട്ട് ചക്ര ഓപ്പൺ ആയി തുടങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് എല്ലാ കാര്യങ്ങളും ട്രൂത്ത് റിവീൽഡ് എന്ന് കാണിച്ചിരിക്കുന്നത്. അവരുടെ മുന്നിലേക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം റിവീൽ ആയിക്കൊണ്ടിരിക്കുന്ന സമയം എന്നാണ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സ്ഥലത്ത് നിന്ന് അവർക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ ആണ് അവർക്കൊരു ചേഞ്ചസ് വന്നു തുടങ്ങിയത്. അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും നിങ്ങളോട് ചെയ്തത് തെറ്റായി പോയി എന്നൊരു ചിന്തയും എല്ലാം തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു കറന്റ് ട്രൂ ഫീലിംഗ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.